വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ സമ്മേറ്റീവ് അസസ്മെന്റ് ടേം 1-ലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുന്നേ. നമുക്കിവിടെ ടൈം തന്നിട്ടുണ്ട്. 1.5 hours ആണ് നിങ്ങൾക്ക് ടൈം. നിങ്ങളുടെ ടോട്ടൽ സ്കോർ 40-ലാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ആൻസർ ദ ക്വസ്റ്റ്യൻ ഫ്രം 1 to 4. ഈച്ച് ക്യാരീസ് 1 സ്കോർ. എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് 1 മുതൽ 4 വരെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ്. ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. ദ ഹിൻസ് ഓഫ് എ റിവോൾട്ട് ആർ ഗിവൺ ബിലോ. ചില റിവോൾട്ടുകളുടെ, അതായത് വിപ്ലവ കലാപങ്ങളുടെ എന്താണ് ഹിൻസ് താഴെ തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ റിവോൾട്ട്. ആ റിവോൾട്ട് ഏതാണെന്ന് നിങ്ങളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. An armed rebellion against the British in 1899. The tribal revolt is known as Ulgulan. ഇതും രണ്ടുമാണ് നിങ്ങൾക്ക് ഹിന്റ് ആയിട്ട് തന്നിരിക്കുന്നത്. An armed rebellion against the British in 1899. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള 1899 ഒരു റിബലിയൻ ആണ്, വിപ്ലവം അല്ലെങ്കിൽ കലാപമാണ്. ദിസ് ട്രൈബൽ റിവോൾട്ട്, ഇതൊരു ട്രൈബൽ റിവോൾട്ടാണ്. ഇതിനെ ഉൾഗുലൻ എന്നാണ് പറയുന്നത്. ഇത് ഏത് റെബലിയനുമായി ബന്ധപ്പെട്ടിട്ടാണുള്ളത്? കോൾ റെബലിയൻ, പോളിഗർ റെബലിയൻ, നീലം പീസൺ റിവോൾട്ട്, മുണ്ട റെബലിയൻ. ഇതിൽ ഏതാണ് ഓപ്ഷൻ? ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഹിന്റുമായി റിലേറ്റ് ചെയ്യുന്നത് മുണ്ട റെബലിയൻ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. രണ്ടാമത്തെ, അറേഞ്ച് ദ ഐറ്റംസ് ഇൻ കോളം ബി അപ്രോപ്രിയേറ്റ് ടു കോളം എ ആൻഡ് ചൂസ് ദ കറക്റ്റ് കോമ്പിനേഷൻ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഇവിടെ 2 കോളംസ് വന്നിട്ടുണ്ട്, എയും ബിയും. എയിനോട് യോജിക്കുന്നത് ബിയിൽ നിന്ന് എടുത്ത് എഴുതുക. എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ കറക്റ്റ് കോമ്പിനേഷൻസ് ഏതാണെന്നുള്ളത് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ, ഡേവിഡ് റിക്കാർഡോ. ഡേവിഡ് റിക്കാർഡോ ഏതാണ്? തിയറി ഓഫ് റെന്റ്. മൂന്നാമത്തേതാണ് തിയറി ഓഫ് റെന്റ്. ജെ എ ഷംപീറ്റർ ഏതാണ്? ഓപ്ഷൻ 4 ആണ്, ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. ബിയുടെ 4-1 ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ ആണ്. നെക്സ്റ്റ് സി, ദാദാഭായ് നവറോജി. സിയുടെ ഏതാണ്? ഡ്രെയിൻ തിയറി. ദ ഡ്രെയിൻ തിയറി 2 ആണ് ശരിയായിട്ടുള്ളത്. ഇനി കാൾ മാർക്സിന്റെ അപ്പം ഏതാണ്? ഒരെണ്ണാണ് ഓപ്ഷൻ ബാക്കിയുള്ളത്. ഏതാണ്? തിയറി ഓഫ് സർപ്ലസ് വാല്യൂ. ഒന്നാമത്തതാണ് കറക്റ്റ്. അപ്പോൾ ഇത് ഏത് രീതിയിലാണ് വന്നത്? A 3, B 4, C 2, D 1 ഇല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2. 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഫോളോയിങ് ദ വിന്റർ സോൾസ്റ്റേഴ്സ്, ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ഫ്രം ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇസ് നോൺ ആസ് ഉത്തരായൻ. എന്താണ് ഉത്തരായൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? Following the winter solstice, the apparent movement of the sun from the Tropic of Capricorn to the Tropic of Cancer is known as Uttarayan. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, following the summer solstice, the apparent movement of sun from the Tropic of Capricorn to the Tropic of Cancer is known as Dakshinayan. ഇതിൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്തിട്ട് ഇതിൽ എന്താണ് കറക്റ്റ് എന്നുള്ളതാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ് കറക്റ്റ് ഉള്ളത്. ഫോളോയിങ് ദ വിന്റർ സോൾസ്റ്റേഴ്സ് അനുസരിച്ച് എങ്ങനെയാണ്? ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ ഫ്രം ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഈസ് നോൺ ആസ് ഉത്തരായനം. ഉത്തരായനം എന്താണെന്നുള്ളതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ പേഴ്സൺ ഫ്രം ദ ഹിൻസ് ഗിവൺ ബിലോ. കുറച്ച് ഹിൻസ് താഴെ തന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പേഴ്സൺ, ആള് ആരാണ് എന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർട്ട് അഗൈൻസ്റ്റ് ചൈൽഡ് മാരേജിന് ബാലവിവാഹത്തെ എതിർത്തത്. ആര്യ മഹിളാ സമാജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ആര്യ മഹിളാ സമാജ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ശാരദാ സദൻ വാസ് സ്റ്റാർട്ടഡ് ഫോർ ദ റിഹാബിലിറ്റേഷൻ ഓഫ് വിഡോസ്. വിഡോസിന് വേണ്ടിയിട്ട് ശാരദാ സദൻ എന്ന റിഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ, പണ്ഡിത രമാഭായി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി ആൻസർ ദ ക്വസ്റ്റ്യൻ ഫ്രം 5 to 7 into 2 or more sentence each carries 2 score. 5 മുതൽ 7 വരെയുള്ള ക്വസ്റ്റ്യനിന് 2 അതിൽ കൂടുതൽ സെന്റൻസിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒബ്സർവ് ദ വേൾഡ് മാപ്പ് ആൻഡ് ഐഡന്റിഫൈ ദ ലൈൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡ് മാർക്ക്ഡ് ആസ് പി. എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ലൈൻ.
ഈ പി എന്ന് പറഞ്ഞ ഈ ലൈന് എന്റെ ക്യാരക്ടർ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേൾഡ് മാപ്പാണ് തന്നിരിക്കുന്നത്. ഒരു ലോഞ്ചിറ്റ്യൂഡ് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് പി എന്ന് പറയുന്നത്. ആ ലൈനിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? നമുക്ക് എന്താണ് ആ ലൈനിന്റെ പ്രത്യേകത, പി എന്ന് അടയാളപ്പെടുത്ത ലൈനിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. അതിലെ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, അതായത് രേഖാംശം എന്നത് അന്താരാഷ്ട്ര ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അല്ലേ, അന്താരാഷ്ട്ര തീയതി രേഖ ആയിട്ട് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ആയിട്ട് കണക്കാക്കപ്പെടുന്നു. 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് അതായത് രേഖാംശം എന്നത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ആയിട്ട് കണക്കാക്കപ്പെടുന്നു. The person traveling towards the east loses a day while crossing this longitude, and a person traveling towards the west gain a day. Travelers who move westwards crossing the line add a day, and the travelers who move towards the east calculate time by deducting a day. അതായത് ഈ രേഖ നമ്മൾ കടന്നു കഴിയുമ്പോൾ, ഈ രേഖ കടക്കുമ്പോൾ നമ്മൾ ഈസ്റ്റിലേക്ക് യാത്ര ചെയ്ത്, അത് കിഴക്കോട്ട് യാത്ര ചെയ്യുന്നവർക്ക് ഒരു ദിവസം കുറയുകയും വെസ്റ്റിലേക്ക് പോകുന്നവർക്ക് ഒരു ദിവസം കൂടുകയും, അതായത് കിഴക്കോട്ടേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഒരു ദിവസം കുറയുകയും പടിഞ്ഞാറോട്ട് പോകുന്നവർക്ക് ഒരു ദിവസം കൂടുകയും ചെയ്യും. അതായത് പടിഞ്ഞാറോട്ട് പോകുമ്പോൾ ഒരു ദിവസം നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പടിഞ്ഞാറോട്ട് പോകുമ്പോൾ, അതായത് വെസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു ദിവസം കൂട്ടിച്ചേർക്കണം. അതുപോലെ ഈസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു ദിവസം കുറയ്ക്കണം, ഡിഡക്ട് ചെയ്യണം. ഒരു ദിവസം കുറയ്ക്കണം, മറ്റേല് വെസ്റ്റിലേക്ക് പോകുമ്പോൾ ഒരു ദിവസം കൂട്ടിച്ചേർക്കണം. അതായത് പടിഞ്ഞാറോട്ട് പോകുമ്പോൾ ഒരു ദിവസം കൂട്ടിച്ചേർക്കണം, കിഴക്കോട്ട് പോകുമ്പോൾ ഒരു ദിവസം കുറയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടു അവോയ്ഡ് ദ സിറ്റുവേഷൻ of two different dates in countries through which the international date line passes, certain adjustments are made in this line. അതായത് വിവിധ രാജ്യങ്ങളിൽ ഒരേ സമയം ഈ രണ്ട് വ്യത്യസ്ത തീയതികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒരേ സമയം രണ്ട് വ്യത്യസ്ത തീയതികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ രേഖയിൽ ചില ചേഞ്ചസ്, മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. This line is arranged to avoid populated land areas in the Pacific Ocean. ഈ രേഖ പ്രധാനമായിട്ടും പസഫിക് ഓഷ്യനിലൂടെ പോകുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് ജനവാസ പ്രദേശങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് പ്രധാനമായിട്ടും പസഫിക് മഹാസമുദ്രത്തിലൂടെ, പസഫിക് ഓഷ്യനിലൂടെ പോകുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഈ ലൈനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അതിന്റെ പ്രത്യേകത നിങ്ങൾ പഠിച്ചു വെക്കുക. Question: estimate the local time at 50 degree west and 50 degree east longitudes when the Greenwich mean time is 8 am. Greenwich mean time 8 am ആവുമ്പോൾ 50 ഡിഗ്രി വെസ്റ്റിലെയും 50 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിലെയും ലോക്കൽ ടൈം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 50 ഡിഗ്രി വെസ്റ്റില് 0 ഡിഗ്രി നമ്മൾ 8 AM, ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന് പറയുന്നത് 8 AM ആണെന്ന് പറഞ്ഞു. അപ്പോൾ 50 ഡിഗ്രി വെസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞു അല്ലെ, ഒന്ന് കുറയ്ക്കണം. അപ്പൊ 7 AM. ഇനി 50 ഡിഗ്രി ഈസ്റ്റ് ആകുമ്പോഴോ ഒന്ന് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ എത്രയാണ്? 9 AM. 9 AM എന്നാവും. അപ്പൊ ഒന്നിലേക്ക് വെസ്റ്റ് നമ്മൾ കുറയ്ക്കുകയും ഒന്നിൽ നമ്മൾ കൂട്ടുകയും ചെയ്യണം. ഇനി 6th question: complete the flow chart related to the timeline of fundamental rights. ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട ടൈം ലൈൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. മാഗ്ന കാട്ട എയിൽ വരുന്നത് എന്താണ്? മാഗ്ന കാട്ട 1215 അല്ലേ? മാഗ്ന കാട്ട 1215 അങ്ങനെയാണെങ്കിൽ എയിൽ വരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. 1789 ബിൽ ഓഫ് റൈറ്റ്സ് മെൻഷൻഡ് ഇൻ ദ വേൾഡ് ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സ് 1789 ലോകത്തിലെ ആദ്യത്തെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങളാണ്. നെക്സ്റ്റ്, ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആഫ്റ്റർ ദ ഫ്രഞ്ച് റെവല്യൂഷൻ. എന്താണ്? ഫ്രഞ്ച് റെവല്യൂഷന് ശേഷം, ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം വന്ന എന്താണ്? ഹ്യൂമൻ റൈറ്റ്സ് പ്രഖ്യാപനം അല്ലെ, ഡിക്ലറേഷൻ, മനുഷ്യാവകാശ പ്രഖ്യാപനം. അത് 1789 ടൈം ലൈൻ അനുസരിച്ച് പോകണം കേട്ടോ. നെക്സ്റ്റ് ഏതാണ്? യുണൈറ്റഡ് നേഷൻ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അതായത് അത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് 1948.
1948 ടൈം ലൈൻ അനുസരിച്ചാണ് പോകേണ്ടത്. ഐക്യരാഷ്ട്രസഭയുടെ സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അത് യുണൈറ്റഡ് നേഷൻസ് ഓഫ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പൊ ഇങ്ങനെയാണ് എയും ബിയും കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ടൈം ലൈൻ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റ്, എ ആൻഡ് ബി ആർ ഫ്രണ്ട്സ്. എ ബിൽറ്റ് എ ഹൗസ് ആൻഡ് ബി ബോട്ട് എ ലക്ഷറി കാർ. വാട്ട് കൈൻഡ് ഓഫ് നീഡ്സ് ഫുൾഫിൽഡ് ഇൻ ബോത്ത് കേസ്? രണ്ടിലും എന്താണ് ഫുൾഫിൽ ചെയ്യുന്നതെന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. എയിൽ എന്താണ്? എയിൽ ഫുൾഫിൽ ബേസിക് നീഡ്സ്. എയിൽ എ ആൻഡ് ബി ആർ ഫ്രണ്ട്സ്. എയും ബിയും ഫ്രണ്ട്സ് ആണ്. എ എന്ത് ചെയ്യുന്നു? എക്ക് ബിൽറ്റ് എ ഹൗസ് ആൻഡ് ബി ബോട്ട് എ ലക്ഷറി കാർ. അപ്പൊ ഏതൊക്കെ നീഡ്സ് ആണ് ഇവിടെ ഫുൾഫിൽ ചെയ്യുന്നത്? എക്ക് ഫുൾഫിൽ ചെയ്യുന്നത് ഫുൾഫിൽ ബേസിക് നീഡ്സ്, അതിന്റെ അടിസ്ഥാന ആവശ്യമാണ് നിറവേറ്റപ്പെട്ടത്. എയുടെ അടിസ്ഥാന ആവശ്യമാണ് നിറവേറ്റപ്പെട്ടത്. ബി ലക്ഷറി കാർ വാങ്ങിക്കുക ചെയ്ത് അതെന്താ സംഭവിച്ചത്? ഫുൾഫിൽഡ് ഗ്രാറ്റിഫൈയിങ് നീഡ്, അതായത് അവന് സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ തൃപ്തി നൽകുന്ന ആവശ്യമാണ് നിറവേറ്റപ്പെട്ടത്. അപ്പോൾ എ ഒരു വീട് വെച്ചപ്പോൾ എന്താണ് ഫുൾഫിൽ ചെയ്തത്? അവന്റെ ബേസിക് നീഡാണ്, അവന്റെ അടിസ്ഥാന ഒരു ആവശ്യമാണ് അവിടെ നിറവേറ്റപ്പെട്ടത്. നെക്സ്റ്റ് പാർട്ട്, ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഫ്രം 8 to 11 in 3 or more sentence. Each carries 3 score. 8 മുതൽ 11 വരെയുള്ള ക്വസ്റ്റ്യൻസിന് 3 അതിൽ കൂടുതലോ സെന്റൻസിൽ ഉത്തരം എഴുതുക. ഓരോന്നിനും 3 മാർക്ക് വീതമാണ്. 8ാമത്തെ ക്വസ്റ്റ്യനിലെ എ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Who described the right to constitutional remedies as the heart and soul of the Indian Constitution? Mention the ways to restore the right to constitutional remedies. Dr. B.R. Ambedkar, as per this right, if the fundamental rights are violated, an individual can approach either the Supreme Court, Article 32, or the High Court, Article 226, for enforcing them. Rights are orders and direction issued by the Supreme Court or the High Courts for the protection of fundamental rights as per above mentioned article. ഇതിൽ പറയുന്നത് ഇതാരാണ് പ്രപ്പോസ് ചെയ്തത്? ഡോക്ടർ B.R. അംബേദ്കർ ആണ്. ഈ അവകാശ പ്രകാരം നമ്മുടെ അടിസ്ഥാന അവകാശങ്ങൾ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്തപ്പെട്ടാൽ, അതായത് അടിസ്ഥാന ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഒരാൾക്ക് അവ നടപ്പിലാക്കാൻ ആരെ സമീപിക്കാം? സുപ്രീം കോടതിയെ. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയെയോ അല്ലെങ്കിൽ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതികളെയോ സമീപിക്കാം. അതായത് നമ്മളുടെ അടിസ്ഥാന അവകാശങ്ങൾ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആരെങ്കിലും വയലേറ്റ് ചെയ്താൽ, അതായത് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ, ലംഘിക്കപ്പെട്ടാൽ നമുക്ക് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാം. റൈറ്റ്സ് ആസ് ഓർഡേഴ്സ് ആൻഡ് ഡയറക്ഷൻ ഇഷ്യൂഡ് ബൈ സുപ്രീം കോർട്ട് ഓർ ദ ഹൈക്കോർട്ട്സ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആസ് പെർ എബോവ് മെൻഷൻഡ് ആർട്ടിക്കിൾസ്. അതായത് ഈ നമ്മുടെ റിറ്റ്സ് എന്നത് എന്താണ്? നമ്മുടെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കാൻ സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളുമാണ്. റിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, നമ്മുടെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കാൻ സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളും ആണ് ഇതിൽ പറയുന്നത്. 8ലെ ഓർ ക്വസ്റ്റ്യൻ, ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഈസ് ഡിഫറെന്റ് ഫ്രം കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. എലുസിഡേറ്റ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നമ്മുടെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റിൽ നിന്നും എന്താണ്? ഡിഫറെൻ്റ് ആണ്. ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഈസ് ഡിഫറെന്റ് ഫ്രം കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റിൽ നിന്നും ഡിഫറെൻ്റ് ആണ് ഏതെന്ന് പറയുന്നത്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇത് സമർത്ഥിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. രണ്ടും ഡിഫറെൻ്റ് ആണോ നമുക്ക് പരിശോധിക്കാം. പ്രൈമറി എഡ്യൂക്കേഷൻ വാസ് ഡിക്ലെയർഡ് എ fundamental right under Article 21A by the 86th Constitution Amendment Act in 2002. എന്താണ്? നമ്മളുടെ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം 2002 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം, അതായത് ആർട്ടിക്കിൾ 21A പ്രകാരം ഒരു അടിസ്ഥാന അവകാശമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാർലമെന്റ് പാസ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഇൻ 2009. The act came into effect in April 2010. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാക്കി. ഇത് 2010 ഏപ്രിലിൽ നിലവിൽ പ്രാബല്യത്തിൽ വന്നു. ദിസ് ആക്ട് എൻഷുർ ഫ്രീ, കമ്പൽസറി ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ബിറ്റ്വീൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 6 and 14.
6 മുതൽ 14 വയസ്സ് വരെ കുട്ടികൾക്ക് എന്താണ് ഫ്രീ ആയിട്ട് സൗജന്യവും അതുപോലെ കമ്പൽസറി നിർബന്ധിതവും ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നു. But cultural and educational rights have 3 been included in the Constitution for the protection of the interest of the minority section. എന്നാൽ എന്താണ് ന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ എന്താണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Protection of their language, script and culture. Religious and linguistic minorities have the right to establish and administer educational institution of their choice. അതുപോലെ അവരുടെ ഭാഷ, പിന്നെ ലാംഗ്വേജ്, ഭാഷ, അതുപോലെ സ്ക്രിപ്റ്റ്, ലിപി, കൾച്ചർ, നമ്മുടെ സംസ്കാരം, ഇതൊക്കെ സംരക്ഷിക്കാൻ അവകാശമുണ്ട്. അതുപോലെ റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ഹാവ് ദ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദെയർ ചോയ്സ്. എന്താണ് മതപരവും ഭാഷാപരവുമായ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും നടത്താനും അവകാശമുണ്ട്. 9ാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ വൈസ്രോയി ഹു പാർട്ടീഷൻ ബംഗാൾ. ബംഗാളിനെ വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു? ഹൗ ഡിഡ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ സ്ട്രെങ്തൻ ദ സ്വദേശി മൂവ്മെന്റ്. എങ്ങനെയാണ് സ്വദേശി മൂവ്മെന്റിനെ പാർട്ടീഷൻ ഓഫ് ബംഗാൾ സ്ട്രെങ്തൻ ചെയ്തത്? അതായത് ബംഗാൾ വിഭജനം സ്ട്രെങ്തൻ ചെയ്തത് എങ്ങനെയാണ് സ്വദേശി മൂവ്മെന്റിനെ? നമുക്ക് നോക്കാം. 9ാമത്തെ ആൻസർ, ലോർഡ് കേഴ്സൺ ഇൻ 1905 the protest against partition of Bengal escalated into the Swadeshi movement, significantly energizing the Indian national movement. Centered on the concept of boycott and self-reliance, its primary strategy involved promoting Indian-made goods while boycotting British products to boost indigenous industries and cut off trade revenue for the colonial government. Partition of Bengal brought the common people, women and students of India a political movement for the first time. അപ്പോൾ ലോർഡ് കേഴ്സൺ, അതായത് 1905 ലോർഡ് കേഴ്സൺ ആണ് എന്ത് ചെയ്തത്? ബംഗാളിനെ വിഭജിച്ചത്. അതിനെതിരെ ഉണ്ടായ പ്രതിഷേധങ്ങളാണ് എന്തായിട്ട് മാറിയത്? സ്വദേശി പ്രസ്ഥാനമായിട്ട് വളർന്നത്, സ്വദേശി മൂവ്മെന്റ് ആയിട്ട് വളർന്നത്. ഇത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി. ഇത് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിനെ എനർജൈസ് ചെയ്തു, അതായത് അതിനെ ശക്തിപ്പെടുത്തി. അതുപോലെ തന്നെ ബോയ്ക്കോട്ട് ചെയ്തത്, അതായത് ബഹിഷ്കരിക്കുകയും സെൽഫ് റിലയൻസും, ബോയ്ക്കോട്ട് ആൻഡ് സെൽഫ് റിലയൻസസും ആണ് എന്ന ആശയത്തിലാണ് ഇവരുടെ പ്രൈമറി സ്ട്രാറ്റജി എന്ന് പറയുന്നത് ബോയ്ക്കോട്ടും സെൽഫ് റിലയൻസസ് എന്ന് പറയുന്ന ആശയത്താലാണ് ഇത് ആക്കപ്പെട്ടത്. അതുപോലെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്തു? ബഹിഷ്കരിച്ചിട്ട്, ബ്രിട്ടീഷ് വസ്തുക്കളൊക്കെ ബഹിഷ്കരിച്ചിട്ട് അവര് നാഷണൽ പ്രോഡക്ട്സിന് അല്ലെങ്കിൽ ഇന്ത്യൻ മെയ്ഡ് ഗുഡ്സിന്, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ഇതിലൂടെ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് സർക്കാരിന്റെ വരുമാനം കുറയുകയും ഇവിടെ നമ്മുടെ നാട്ടിലുള്ള വ്യവസായങ്ങളൊക്കെ വളരുകയും ചെയ്തു. അപ്പൊ ഈ പ്രസ്ഥാനത്തിൽ സാധാരണ ജനങ്ങളും വുമൻസും കുട്ടികളും വിദ്യാർത്ഥികളും ഒക്കെ വലിയ തോതിൽ പങ്കെടുത്തു. അവർ ആദ്യം ചെയ്ത സ്വദേശി മൂവ്മെന്റിന് കാരണമായത് ഈ ബംഗാളിനെ ലോർഡ് കേഴ്സൺ പ്രഭു 1905 വിഭജിച്ചതാണ്. അപ്പൊ അതിനെതിരെ ഉണ്ടായ പ്രതിഷേധങ്ങളാണ് സ്വദേശി മൂവ്മെന്റ് ആയിട്ട് വളർന്നു വരികയും അത് എന്ത് ചെയ്തു? നാഷണൽ മൂവ്മെന്റിനെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഇവരുടെ മെയിൻ ആശയം എന്ന് പറയുന്നത് എന്തായിരുന്നു? ബോയ്ക്കോട്ട് ആൻഡ് സെൽഫ് റിലയൻസസ്, അതായത് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും ഇന്ത്യൻ ഗുഡ്സ്, അതായത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന നമ്മുടെ സ്വദേശി ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ എന്ത് ചെയ്യും? ബ്രിട്ടീഷ് സർക്കാരിന്റെ വരുമാനം കുറയുകയും നമ്മുടെ വ്യവസായങ്ങളൊക്കെ വളരുകയും ചെയ്തു. അതിൽ സ്ത്രീകളും ഒരുപാട് കുട്ടികളും ജനങ്ങളും സാധാരണ കോമൺ പീപ്പിൾസ് ഒക്കെ പങ്കെടുക്കുകയും ചെയ്തു. അപ്പൊ ഇതാണ് സ്വദേശി മൂവ്മെന്റിനെ കുറിച്ച് എഴുതേണ്ടത്. 10th question, explain the significance of Gandhian economic thoughts in contemporary India. കണ്ടംപററി ഇന്ത്യയിൽ ഗാന്ധിയൻ എക്കണോമിക് തോട്ട്സിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്.
എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Gandhian economic thought holds significant relevance in contemporary India and addressed many of its modern challenges. Gandhi's vision was not a simple rejection of modernity but a holistic framework that prioritized human well-being, social justice, and sustainable development over purely materialistic growth. എന്താണ് ഗാന്ധിയൻ എക്കണോമിക് തോട്ട്സ് എന്നത് ഇന്നത്തെ ഇന്ത്യക്ക് വളരെ പ്രസക്തമാണ്, റിലവൻസ് ആണ് അല്ലെ. എങ്ങനെയാണത്? അത് എന്തൊക്കെ നോക്കുന്നുണ്ട്? അത് മനുഷ്യന്റെ ക്ഷേമം, പിന്നെ സാമൂഹ്യനീതി, അതുപോലെ സ്ഥിരതയുള്ള വികസനം എന്നിവയ്ക്കൊക്കെ പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പോൾ ഗാന്ധിജി സ്വയം പര്യാപ്തതയും അതുപോലെ തന്നെ വികേന്ദ്രീകരണവും അടിസ്ഥാനമാക്കിയാണ് സമ്പദ് വ്യവസ്ഥയാണ് ആലോചിച്ചിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓവർ പ്യുവർലി മെറ്റീരിയലിസ്റ്റിക് ഗ്രോത്ത്. അതുപോലെ തന്നെ ഗാന്ധിജി ഇൻവെൻഷൻ ആൻഡ് എക്കണോമി ബേസ്ഡ് ഓൺ സെൽഫ് സഫിഷ്യൻസി ആൻഡ് ഡീസെൻട്രലൈസേഷൻ റൂറൽ ഇൻഡസ്ട്രീസ് നീഡ് ടു ബി nurtured to increase employment opportunities locally, expand local markets for marketing locally produced goods. Economic inequality should be alleviated to ensure social justice. അതുപോലെ തന്നെ എന്താണ് റൂറൽ ഇൻഡസ്ട്രി, അതായത് ഗ്രാമീണ വ്യവസായങ്ങൾ വളർത്തി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും പിന്നെ അതുപോലെ നമ്മുടെ പ്രാദേശിക വിപണികൾ വികസിപ്പിച്ച് നാട്ടിൽ നിർമ്മിച്ച സാധനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും സാമ്പത്തിക അസമത്വം കുറച്ച് സാമൂഹ്യനീതി ഉറപ്പാക്കാനും ഇതൊക്കെ സഹായിച്ചു. 11th question. Name the different season and explain the characteristics of any one of them. എന്താ ഡിഫറെന്റ് സീസൺസിന്റെ പേര് എഴുതുക ആൻഡ് എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എനി വൺ ഓഫ് ദം. അതിലേതെങ്കിലും ഒന്നിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏതൊക്കെയാണ് ഡിഫറെന്റ് സീസൺസ് എന്നുള്ളത് നോക്കാം. ഡിഫറെന്റ് സീസൺസ് ഏതൊക്കെയാണ്? സ്പ്രിങ്, സമ്മർ, ഓട്ടം, വിന്റർ. ഇനി സ്പ്രിംഗ് സീസണിന്റെ ക്യാരക്ടർ നോക്കാം. പ്ലാന്റ്സ് ബ്ലൂം ആൻഡ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ്. പ്ലാന്റ്സ് ഒക്കെ പൂക്കുകയും ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഡ്യൂറിങ് ദിസ് പീരീഡ് ഡ്യൂറേഷൻ ഓഫ് ഡേ ടൈം ഗ്രാജുവലി ഇൻക്രീസസ്. ഈ പീരീഡിൽ ഡേ ടൈം എങ്ങനെയായിരിക്കും? ഗ്രാജുവലി കൂടുതലായിരിക്കും. ഇനി സമ്മർ സീസണിൽ നമുക്ക് നോക്കാം. ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആയിരിക്കും, നല്ല ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ജനറലി ലോങ് ഡേയ്സ് ആയിരിക്കും. ഓട്ടം സീസൺ നമുക്ക് നോക്കാം. ട്രീസ് ഷെഡ് ദെയർ ലീവ്സ് ബിഫോർ ദ അറൈവൽ ഓഫ് വിന്റർ. വിന്റർ വരുന്നതിന് മുമ്പ് തന്നെ ചെടികളൊക്കെ അതിൻ്റെ ഇലകളൊക്കെ പൊഴിക്കാൻ തുടങ്ങും. ഡ്യൂറിങ് ദിസ് പീരീഡ് ഡ്യൂറേഷൻ ഓഫ് ഡേ ടൈം ഗ്രാജുവലി ഡിക്രീസസ്. ഈ ടൈമിൽ ഡേ ടൈം കുറവായിരിക്കും. ഇനി വിന്ററിൽ ലോ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആയിരിക്കും. സ്നോഫോൾ ജനറലി ലോങ്ങർ നൈറ്റ്സ്. സ്നോഫോൾ ഉണ്ടാവുന്ന അല്ലേ, ലോങ്ങർ നൈറ്റ്സ് ആയിരിക്കും ജനറലി. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സീസൺസും അവയുടെ ക്യാരക്ടറിസ്റ്റിക്സും. 12th നമുക്ക് നോക്കാം. ആൻസർ ദ ക്വസ്റ്റ്യൻ 12 and 13 in 4 or more sentence. Each carries 4 score. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 12-13 ക്വസ്റ്റ്യൻസിന് 4 അതിൽ കൂടുതൽ സെന്റൻസിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 12ാമത്തെ നമുക്ക് ഓർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. How did permanent land revenue settlement and right value system affect Indian farmers? എങ്ങനെയാണ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ അതും പിന്നെ റൈറ്റ് വാല്യൂ സിസ്റ്റവും ഇന്ത്യൻ ഫാർമേഴ്സിനെ അഫക്റ്റ് ചെയ്തത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അവർ അഫക്റ്റ് ചെയ്തതെന്ന് നോക്കാം. ബ്രിട്ടീഷ് ടാക്സ് പോളിസീസ് അഫക്റ്റഡ് ഫാർമേഴ്സ് ഓഫ് ഇന്ത്യ. Give priority to this. Farmers found it difficult to pay the high tax even. If crops were damaged due to flood or drought, there was no tax relief. Farmers had to rely on moneylenders to avoid losing their farmland. Debt-ridden farmers lost their land. എങ്ങനെയാണ് ഇവരെ ബാധിച്ചത്? റൈറ്റ് വാല്യൂ സിസ്റ്റം ഒക്കെ പെർമനന്റ് ലാൻഡ് ടാക്സ് ഒക്കെ എങ്ങനെയാണ് ഇവരെ ബാധിച്ചത്? അതായത് ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് എന്താണ് ഒരുപാട് നികുതി നയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇന്ത്യയിലെ കർഷകരെ വളരെയധികം ബാധിക്കുകയുണ്ടായി. മെയിൻ ആയിട്ട് എങ്ങനെയാണ് അവർക്ക് ഉയർന്ന നികുതി അടയ്ക്കാൻ, അതായത് ഇപ്പൊ പ്രളയോ പറയുന്നുണ്ട് അല്ലെ, ഫ്ലഡ് മൂലമോ അല്ലെങ്കിൽ വരൾച്ച മൂലമോ വിളകൾ നശിച്ചാലും ഇവർക്ക് എന്തുണ്ടായിരുന്നില്ല? നികുതി ഇളവ് ഉണ്ടായിരുന്നില്ല. നികുതി ഇളവൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോ എന്ത് കാരണത്താലും വിളവ് നശിച്ച് ഡാമേജ് ആയി പോയാലും ഇവർക്ക് നികുതി ഇളവൊന്നും ഉണ്ടായിരുന്നില്ല.
അപ്പോൾ ഫാർമേഴ്സ് എന്ത് ചെയ്തു? ഫാർമേഴ്സ് ആർ ടു റിലേ ഓൺ മണി ലെൻഡേഴ്സ് ടു അവോയ്ഡ് ലോസിങ് ദെയർ ഫാം ലാൻഡ്. അവർ കൃഷി ചെയ്യുന്ന അവരുടെ ഫാം ലാൻഡ്, അതായത് അവരുടെ ഭൂമി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, നഷ്ടപ്പെടാതിരിക്കാനായിട്ട് അവർ മണി ലെൻഡേഴ്സിനെ, അതായത് പണയക്കാരെ എന്ത് ചെയ്തു? ആശ്രയിച്ചു. മണി ലെൻഡേഴ്സിനെ ആശ്രയിച്ചു. അതുമൂലം ഒരുപാട് കടബാധ്യത ഉണ്ടായി. പലർക്കും ഭൂമി നഷ്ടപ്പെട്ടു. അപ്പൊ ഈ ഉയർന്ന നികുതി കാരണം അവർക്ക് അടയ്ക്കാൻ നിവൃത്തിയില്ല. ഇപ്പൊ വരൾച്ച ഉണ്ടായാലും പ്രളയം ഉണ്ടായാലും അവരുടെ കൃഷി നശിച്ചു പോയാലും അവർ ആ പെർമനന്റ് ടാക്സ് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് അടയ്ക്കണം എന്നുള്ളത് കൊണ്ട് ഇവരുടെ ഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മണി ലെൻഡേഴ്സിനെ ആശ്രയിക്കുകയും ഒരുപാട് കടബാധ്യത കൂടി അവസാനം അവരുടെ പലരുടെയും ഭൂമി നഷ്ടപ്പെടുന്ന അവസ്ഥയും ഉണ്ടായി. ഇങ്ങനെയാണ് ഇത് ഇന്ത്യയിലെ കർഷകരെ ബാധിച്ചത്. ഇതിലെ ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 12th ഓർ ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. നീലം പീസൺ റിവോൾട്ട് ഓഫ് 1859 ഇൻ ബംഗാൾ വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഗേരിയൻ റിവോൾട്ട് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിനെതിരായിട്ടുള്ള ഉണ്ടായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റവല്യൂഷനാണ് എന്ന് പറയുന്നത് നീലം പീസൺ റിവോൾട്ട്. 1859 ബംഗാളിൽ ഉണ്ടായത്. എക്സ്പ്ലെയിൻ ദ സർക്കംസ്റ്റൻസ് ദാറ്റ് ലെഡ് ടു ദിസ് റിവോൾട്ട്. ഈ റിവോൾട്ടിലേക്ക് നയിക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഈ റിവോൾട്ടിലേക്ക് വരാൻ, അതായത് ഈ വിപ്ലവത്തിലേക്ക് വരാൻ വേണ്ടി ഉണ്ടായ റീസൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ ബ്രിട്ടീഷ് പ്ലാന്റേഴ്സ്, ഇൻഡിഗോ പ്ലാന്റേഴ്സ്, ഫോഴ്സ് ദ ഫാമേഴ്സ് ടു കൾട്ടിവേറ്റ് ദ ഇൻഡിഗോ പ്ലാന്റ്, അതായത് അമരി പ്ലാന്റ് ഫോർ ദ ഫാക്ടറീസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ വില്ലേജ്. ഇൻഡിഗോ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ അമരി പ്ലാന്റ് കുഡ് ബി സോൾഡ് ഓൺലി ടു ദ ബ്രിട്ടീഷ്. എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരെ ഈ ഇൻഡിഗോ പ്ലാന്റ്, അതായത് നീലച്ചെടി, അതായത് അമരിച്ചെടി എന്ന് പറഞ്ഞു, ഇത് കൃഷി ചെയ്യാൻ വേണ്ടി, ഇൻഡിഗോ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കർഷകരെ നിർബന്ധിക്കുകയും എന്ത് ചെയ്തു? ഈ ഉൽപ്പന്നം ബ്രിട്ടീഷുകാർക്ക് മാത്രം എന്താണ് വിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ ഫാർമേഴ്സിനെ നിർബന്ധിക്കുകയും അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അത് ഇവർക്ക് തന്നെ വിൽക്കാനും വേണ്ടിയിട്ടും ബ്രിട്ടീഷുകാർക്ക് മാത്രമേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് മാത്രം വിൽക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ ദ ബ്രിട്ടീഷ് പെയ്ഡ് ലെസ് ദാൻ ദ മാർക്കറ്റ് പ്രൈസ് ഫോർ ദ ഇൻഡിഗോ to the farmers. It led to severe food shortage, exploitation and economic hardship. With the discovery of artificial dyes, the demand for indigo decreased and poverty increases. അപ്പോൾ എന്ത് സംഭവിച്ചു? പക്ഷെ ഇതിലെന്ത് ചെയ്യും? ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാനും പാടുള്ളൂ. അവർ വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ ഫാർമേഴ്സിന് കൊടുക്കുകയും ചെയ്യുള്ളൂ. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് മാത്രം വിൽക്കാൻ പറ്റുകയോ ചെയ്യുള്ളൂ. അതുപോലെ മാർക്കറ്റിലുള്ള പ്രൈസിനേക്കാൾ കുറഞ്ഞ വില മാത്രമേ ഇവര് കൊടുക്കുകയും ചെയ്യുന്നിരുന്നുള്ളൂ. ഇതിലൂടെ എന്തുണ്ടായി? ഒരുപാട് ഭക്ഷ്യക്ഷാമവും അതുപോലെ ചൂഷണവും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഇവർക്ക് ഉണ്ടായി. അതിനോടൊപ്പം തന്നെ ഇവര് ആർട്ടിഫിഷ്യൽ ഡൈസും ഒക്കെ കണ്ടെത്തിയതോടെ ഈ ഇൻഡിഗോയുടെ ആവശ്യകത കുറയുകയും നമ്മുടെ പോവർട്ടി, ദാരിദ്ര്യം കൂടുകയും ചെയ്തു. Peasants turned to the path of agitation against the British. ദിഗംബർ ബിശ്വാസ് ആൻഡ് വിഷ്ണു വിശ്വാസ്. എന്താണ്? കർഷകർ ഇതോടുകൂടി എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിലേക്ക് തിരിഞ്ഞു. ദിഗംബർ ബിശ്വാസും വിഷ്ണു വിശ്വാസും എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഫാർമേഴ്സ് അണ്ടൻ ദയർ ഇൻഡിഗോ കൾട്ടിവേഷൻ, ഇൻഡിഗോ ഫാക്ടറീസ് വെർ ദെൻ അറ്റാക്ട്. പിന്നീട് കർഷകർ എന്ത് ചെയ്തു? ഇൻഡിഗോ കൃഷി ഉപേക്ഷിക്കുകയും ഇൻഡിഗോയുടെ ബ്രിട്ടീഷുകാരുടെ ഫാക്ടറീസ് ആക്രമിക്കപ്പെടുകയും ഇൻഡിഗോ ഫാക്ടറീസ് ആക്രമിക്കപ്പെടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഇൻഡിഗോ പീസൺ റിവോൾട്ട് ഉണ്ടാവുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ സർക്കംസ്റ്റൻസ് ദാറ്റ് ലെഡ് ടു സ്ട്രെങ്തൻ ഇന്ത്യൻ നാഷണലിസം ബേസ്ഡ് ഓൺ ദ ഗിവൺ ഹിൻസ്. എന്താണ്? ഇന്ത്യൻ നാഷണലിസം സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി അതിലേക്ക് നയിച്ച സർക്കംസ്റ്റൻസ്, അതായത് സംഭവ വികാസങ്ങൾ, കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നാഷണലിസം സ്ട്രെങ്തൻ ചെയ്യാൻ ഉണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 2 ഹിൻസ് തന്നിട്ടുണ്ട്. എക്കണോമിക് പോളിസിയും വെസ്റ്റേൺ എഡ്യൂക്കേഷനും ആയിരുന്നു അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണ്, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നോക്കാം. എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം.
The British transformed India into a colony for a raw material collection and a market for their goods, aiming for economic exploitation. ബ്രിട്ടീഷുകാര് ഇന്ത്യയെ എന്താണ് അവരുടെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനും അവരുടെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്ന ഒരു കോളനിയും അതുപോലെ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു മാർക്കറ്റുമാക്കിയിട്ട് മാറ്റി ഫോർ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ. എന്ത് ലക്ഷ്യമിട്ടുകൊണ്ടാണത്? അവർ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, സാമ്പത്തിക ചൂഷണം ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരെ ഇന്ത്യയെ അവരുടെ റോ മെറ്റീരിയൽസ് ശേഖരിക്കുന്ന ഒരു കോളനി ആയിട്ടും അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു മാർക്കറ്റായിട്ടും ആക്കി മാറ്റി. This policy resulted in widespread unemployment and poverty, prompting diverse groups including farmers, artisans, small traders and tribal communities to rebel against the British rule. ഇത് ഈ നയം എന്ത് ചെയ്തു? ഒരുപാട് തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടാക്കി. ഇത് ആരെയൊക്കെയാണ് ബാധിച്ചത്? ഫാർമേഴ്സിനെ, ആർട്ടിഷ്യൻസിനെ, ചെറിയ ചെറിയ എന്താണ് കരകൗശല കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ, ട്രേഡേഴ്സിനെ, വ്യാപാരികളെ, ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ ഒക്കെ ഇത് ബാധിച്ചു. അപ്പൊ ഈ പല വിഭാഗങ്ങളെയും ഇത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ആയിട്ടുള്ള കലാപത്തിലേക്ക് നയിക്കുകയാണ്. ബ്രിട്ടീഷ് റൂളിനെതിരെ കലാപം പുറപ്പെടുവിക്കാനായിട്ട് ഇവരെ നയിക്കുകയാണ്. ദാദാഭായ് നവറോജി, ആർ.സി. ദത്ത് ആൻഡ് മാധവ് ഗോവിന്ദ് റാണ ഡെക്കർഡ് ഔട്ട് ഡീറ്റെയിൽഡ് സ്റ്റഡീസ് അബൌട്ട് ദ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ബൈ ദ ബ്രിട്ടീഷ്. ആരൊക്കെയാണ്? ദാദാഭായ് നവറോജി, ആർ.സി. ദത്ത്, മഹാദേവ് ഗോവിന്ദ് മാൻഡെ എന്നിവർ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് വിശദമായ ഒരു പഠനം നടത്തുകയൊക്കെ ചെയ്തു. അപ്പൊ ബ്രിട്ടീഷുകാരുടെ ഈ എക്സ്പ്ലോയിറ്റേഷൻ ആണ് എന്ത് ചെയ്തത്? ഈ റിബലിലേക്ക് നയിക്കുന്നത്. അടുത്ത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. മറ്റൊരു കാരണം എന്ന് പറയുന്നത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആണ്. The British introduced modern English education in India in the 19th century to assert their cultural superiority and create a കംപ്ലൈന്റ് ക്ലാസ്. എന്താണ്? ബ്രിട്ടീഷുകാര് ഒരു 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ എന്ത് കൊണ്ടുവന്നു? ഒരു മോഡേൺ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ സാംസ്കാരിക മേൽക്കോയ്മ, അവരുടെ കൾച്ചറൽ സുപ്പീരിയോറിറ്റി, അവരുടെ സാംസ്കാരിക മേൽക്കോയ്മ സ്ഥാപിക്കാനും ഇവിടെ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ അനുസരണയുള്ള ഒരു വർഗം അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ടാണ് അവര് അങ്ങനെ ചെയ്തത്. Educated Indians gained exposure to Western ideals like democracy, freedom, egalitarianism, civil rights, etc. വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർക്ക് ജനാധിപത്യം, സ്വാതന്ത്ര്യം, സമത്വം, പൗരാവകാശങ്ങൾ തുടങ്ങിയ പാശ്ചാത്യ ആശയങ്ങളെ കുറിച്ച് അറിവ് ലഭിച്ചു. അപ്പോൾ this new found awareness led them to question British rule and sparked discussion about ending it. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇവർക്ക് അറിവ് കിട്ടി തുടങ്ങിയതോടുകൂടി ഇവര് ബ്രിട്ടീഷുകാരുടെ റൂൾസിനെതിരെ, ഭരണത്തെ ചോദ്യം ചെയ്യാനായിട്ട് ആ പൗരബോധം അവരെ, പുതിയ ബോധം അവരെ എന്ത് ചെയ്തു? പ്രേരിപ്പിച്ചു. അതുപോലെ തന്നെ അത് അതിനെ അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്കൊക്കെ അത് തുടക്കമിട്ടു. English also facilitated communication among diverse regional groups. Western education helped the Indian understand their nation's economic and social shortcomings. അപ്പോൾ ഇത് അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്കൊക്കെ തുടക്കമിട്ടു. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകൾ തമ്മിലുള്ള സമ്പർക്കം എന്താക്കി? എളുപ്പമാക്കി. അങ്ങനെ പാശ്ചാത്യ വിദ്യാഭ്യാസം, അതായത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇന്ത്യക്കാർക്ക് രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള കുറവുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിച്ചു, ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇതാണ് അവിടെ പോയിന്റ് ആയിട്ട് എഴുതേണ്ടത്, എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചും വെസ്റ്റേൺ എഡ്യൂക്കേഷനെ കുറിച്ചും. Next part, answer the question 14 and 15 in detail. Each carries 5 score. 14ഉം 15ഉം ഡീറ്റെയിൽ ആയിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഇത് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. 14th ക്വസ്റ്റ്യൻ്റെ നമുക്ക് നോക്കാം. രാജാറാം മോഹൻ റോയ് initiated the social reforms in India. Explain the major activities of Rajaram Mohan Roy in social reform movement. രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സോഷ്യൽ റിഫോംസിന് ഇനിഷ്യേറ്റീവ് എടുത്ത ആളാണ്, അല്ലെ? തുടക്കം കുറിച്ച ആളാണ്. അപ്പോൾ എക്സ്പ്ലെയിൻ ദ മേജർ ആക്ടിവിറ്റീസ് ഓഫ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തിന്റെ മേജർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, സോഷ്യൽ റിഫോം മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള മേജർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. He initiated social reforms in India. He had profound knowledge in Hinduism, Islam, Christian and Judaism.
He was influenced by French Revolution. He played a crucial role in abolishing Sati throughout Brahma Samaj, started many modern schools, stood against idolatry, polytheism, polygamy, child marriage, etc. Argued women have right to inheritance, pioneered by Rajaram Mohan Roy with Sambat Kaumud, Bengali, and Miraul Akbar, Persia. അപ്പോൾ ഇന്ത്യയിൽ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ്. ഇദ്ദേഹം ഹിന്ദു മതം, ഇസ്ലാം മതം, ക്രിസ്തു മതം, ജൂതമതം ഇതിനൊക്കെ ഇതിൽ വിപുലമായ അറിവുണ്ടായിരുന്ന ഒരാളായിരുന്നു. അതുപോലെ ഇദ്ദേഹത്തിന് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനം, ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫ്രഞ്ച് റെവല്യൂഷൻ അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ഹി പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ അബോളിഷിംഗ് സതി ത്രൂട്ട് ബ്രഹ്മസമാജ്. അദ്ദേഹം ബ്രഹ്മസമാജ് വഴി സതി എന്നതിന്റെ നിരോധനത്തിൽ, സതി എന്ന് പറഞ്ഞാൽ എന്താണ്, ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യണം എന്നുള്ള ഒരു തോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ബ്രഹ്മസമാജ് വഴി ഈ സതി എന്ന നിരോധനത്തിൽ അദ്ദേഹം പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചു. അതുപോലെ നിരവധി ഒരുപാട് മോഡേൺ സ്കൂളുകൾ അദ്ദേഹം സ്ഥാപിച്ചു. അതുപോലെ അദ്ദേഹം വിഗ്രഹ ആരാധന, ബഹുദൈവ വിശ്വാസം, അതുപോലെ ഒരുപാട് ഭാര്യമാര്, ബഹുപത്നിത്വം, ബാലവിവാഹം, അതിനൊക്കെ എതിരെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം നിലകൊണ്ടു. അതുപോലെ സ്ത്രീകൾക്ക് അവകാശമായി സ്വത്തവകാശം വേണമെന്ന് അദ്ദേഹം വാദിച്ചു. സ്ത്രീകൾക്ക് അവകാശമായി സ്വത്തവകാശം വേണമെന്നും. അപ്പൊ രാജാറാം മോഹൻ റോയ് ആണ് ഈ പരിഷ്കാരങ്ങളുടെയൊക്കെ മുൻഗാമി എന്ന് പറയുന്നത്. അദ്ദേഹം സമ്പാദി, അതായത് ബംഗാളി ഭാഷയിലുള്ള സമ്പാദ് കൗമുദി, മിറാഉൽ അക്ബർ പേർഷ്യൻ എന്നീ പത്രങ്ങൾ ആരംഭിച്ചു. അപ്പൊ ഇതാണ് രാജാറാം മോഹൻ റോയ് വഹിച്ച സോഷ്യൽ റിഫോംസ് എന്ന് പറയുന്നത്. 14ത്തിലെ ബി ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാം. ദ റിവോൾട്ട് ഓഫ് 1857 വാസ് an unorganized rebellion in India against the British unless the revolt based on the following hints. 1857 റിവോൾട്ടിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ഹിന്റ്സ് തന്നിട്ടുണ്ട്. ബ്രിട്ടീഷ് റൂളിനെതിരെയുള്ള ഒരു റിവോൾട്ടായിരുന്നു അത്. അപ്പോൾ തന്നിരിക്കുന്ന ഹിന്റ്സ് വെച്ചിട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കാനാണ് പറഞ്ഞത്. ദ ഡോക്ട്രൈൻ ഓഫ് ലാക്സ്, ഡിസാസ്റ്റിഫിക്കേഷൻ ഓഫ് ദ ഇന്ത്യൻ സോൾജിയേഴ്സ്, ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഹിന്റ്സ്. ഇത് വെച്ചിട്ട് 1857 റിവോൾട്ടിനെ കുറിച്ച്, ഇത് ഓർഗനൈസ്ഡ് റെബലിയൻ ആയിരുന്നു ഇൻ ഇന്ത്യ എഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷുകാർക്ക് എതിരെയുള്ളത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. The doctrine of lapse. If a ruler of a princely state died without male heirs, there was a practice of finding a boy from another family as a legal heir. Doctrine of lapse. ലാപ്സ് സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റിന്റെ ഭരണാധികാരി, അതായത് പുരുഷാവകാശി മെയിലായിട്ടുള്ളത് മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് കുട്ടിയെ ദത്തെടുക്കുന്ന പതിവുണ്ടായിരുന്നു. The king's power to adopt was abolished under the doctrine of lapse enacted by Lord Dalhousie. എന്നാൽ ലോർഡ് ഡൽഹൌസി ഈ സിദ്ധാന്ത പ്രകാരം ദത്തെടുക്കാനുള്ള അവകാശം എന്ത് ചെയ്തു, റദ്ദാക്കി. In the absence of their heir, the princely state would fall under the control of the English East India Company. അവകാശി ഇല്ലെങ്കിൽ ആ സ്ഥാനം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലേക്ക് പോകുമെന്നായിരുന്നു. Disastrification of the Indian soldiers were paid less and were provided poor food and accommodation. അതായത് ഇന്ത്യൻ സൈനികരുടെ ഇതാണ് പറയുന്നത്, ഡിസാസ്റ്റിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. അവർക്ക് ഇന്ത്യൻ സോൾജേഴ്സ് were paid less and were provided poor food and accommodation. ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനം നൽകുകയും മോശമായിട്ടുള്ള ഭക്ഷണവും താമസ സൗകര്യവുമാണ് കൊടുത്തത്. The company supplied the new type of Enfield guns to the soldiers. അതുപോലെ കമ്പനി സൈനികർക്ക് എൻഫീൽഡ് തോക്കുകളൊക്കെ നൽകി, ന്യൂ എൻഫീൽഡ് ഗൺസ് ഒക്കെ നൽകി. ഇറ്റ്സ് cartridges had a greased pepper cover. This cover had to be bitten off to use the gun. It was rumored among the soldiers that this cover was smeared with a type of grease made from cow and pig fat, which was offensive to their religious beliefs. അതിൻ്റെ ഈ കമ്പനി സൈനികർക്ക് നൽകിയ എൻഫീൽഡ് തോക്കുകൾ, അതിൻ്റെ കാർഡിജുകൾ എന്നത് എണ്ണ പുരട്ടിയ പേപ്പർ കൊണ്ട് പൊതിഞ്ഞതായിരുന്നു. അത് ഉപയോഗിക്കാൻ പല്ലുകൊണ്ട് ഇങ്ങനെ കടിച്ചു തുറക്കേണ്ടി വന്നു. അതായത് ഈ പേപ്പറിൽ
നമ്മുടെ പശുവിൻ്റെയും പിഗിൻ്റെയും ഒക്കെ എന്താണ് കൊഴുപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള പ്രചരണം ഉണ്ടായിരുന്നു. അത് അവർക്ക് സൈനികരായാലും അവർക്ക് മതവിശ്വാസം ഉണ്ടാവും. അപ്പം അവരുടെ മതവിശ്വാസങ്ങൾക്ക് വിരുദ്ധമായിരുന്നു എന്തെന്ന് പറയുന്നത് ഈ പശുവിൻ്റെയും പന്നിയുടെയോ കൊഴുപ്പൊക്കെ വായിലാവുക എന്നുള്ളത്, കഴിക്കുക എന്നുള്ളത് അവർക്ക് അവരുടെ ഇതിന് വിരുദ്ധമായിരുന്നു. അപ്പോൾ അവർക്ക് മോശം ഭക്ഷണം മാത്രമല്ല കൊടുത്തത്, എന്താണ് അവർക്ക് കൊടുത്ത എൻഫീൽഡ് തോക്കുകളിൽ അതിന്റെ കാർട്രിഡ്ജുകളിൽ എന്താണ് എണ്ണ പുരട്ടിയ പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ടുള്ളതായിരുന്നു. അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, പല്ലുകൊണ്ട് കടിച്ചു തുറക്കേണ്ടതായിട്ട് അവർക്ക് വരുന്നു. അപ്പോൾ അതിൽ പശുവിന്റെ ആ പേപ്പറിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചപ്പോൾ അത് അവരുടെ വായി ചെല്ലുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള പ്രചരണം ഉണ്ടായി. അത് അവരുടെ മതവിശ്വാസങ്ങൾക്കൊക്കെ എന്തായിരുന്നു, റിലീജിയസ് ബിലീഫിനൊക്കെ എതിരായിട്ട് ഉള്ളതായിരുന്നു, വിരുദ്ധമായിരുന്നു. അപ്പോഴാണ് അവർ ഈ റിബലിയൻസിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത്. 15th question, compare the summer solstice and winter solstice. സമ്മർ സോൾട്ടേഴ്സും വിന്റർ സോൾട്ടേഴ്സും എന്താണ് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഡേ എന്ന് പറയുന്നത് 21 ജൂൺ സമ്മർ സോൾട്ടേഴ്സ് 21 ജൂൺ ആണ്. പൊസിഷൻ ഓഫ് ദ സൺ എന്ന് പറയുന്നത് ദ സൺ അപ്പാരന്റ് പൊസിഷൻ ഷിഫ്റ്റ് ടുവേർഡ്സ് നോർത്ത് ഫ്രം ദ ഇക്വറ്റർ ടു ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഫ്രം 21 മാർച്ച് ടു 21 ജൂൺ. അതിന്റെ പെക്യുലാരിറ്റി ഓഫ് ദ ഡേ എന്ന് പറയുന്നത് ഓൺ 21 ജൂൺ ദ നോർത്തേൺ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസസ് ദ ലോങ്സ്റ്റ് ഡേ ആൻഡ് ദ ഷോർട്ടസ്റ്റ് നൈറ്റ്. അതായത് 21 ജൂണിൽ സമ്മർ സോൾട്ടേഴ്സിൽ പൊസിഷൻ ഓഫ് ദ സൺ എന്ന് പറയുന്നത്, സണ്ണിന്റെ സ്ഥാനം എന്ന് പറയുന്നത് എന്താണ്, the sun's apparent position shift towards the north from the equator to the tropic of Cancer from 21st March to 21st June ആണ്. അതായത് മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ സൂര്യന്റെ എന്താണ് അപ്പാരന്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഭൂമധ്യരേഖയിൽ നിന്ന്, ഇക്വറ്റോറിയലിൽ നിന്ന് എന്തിലേക്ക് നീങ്ങും, ട്രോപ്പിക് ഓഫ് ക്യാൻസർ നിന്ന് വടക്കോട്ടേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ജൂൺ 21 എന്താണ്, ദ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലോങ്ങസ്റ്റ് ഡേ ആയിരിക്കും, നീളമുള്ള പകലും ഏറ്റവും കുറഞ്ഞ രാത്രിയും അനുഭവപ്പെടുന്നു. ഇനി 22 ഡിസംബർ വിന്റർ സോളിറ്റേഴ്സിൽ സൺസ് അപ്പാരന്റ് പൊസിഷൻ ഷിഫ്റ്റ് ഫ്രം ദ ഇക്വറ്റോറിയൽ ടു ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഡ്യൂറിംഗ് ദ പീരിയഡ് ഫ്രം 23rd സെപ്റ്റംബർ ടു 22nd ഡിസംബർ. ഇവിടെ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ സൂര്യന്റെ അപ്പാരന്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഭൂമധ്യയിൽ നിന്ന് എന്താണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക്, അതായത് തെക്കോട്ടേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്, കാപ്രിക്കോണിലേക്ക് നീങ്ങുന്നു. 8 ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓൺ 22nd ഡിസംബർ ദ സൗത്തേൺ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസ് ദ ലോങ്സ്റ്റ് ഡേ ആൻഡ് ദ ഷോർട്ടസ്റ്റ് നൈറ്റ്. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡിസംബർ 22 എന്താണ് സൗത്തേൺ ഹെമിസ്ഫിയറിൽ ഏറ്റവും ലോങ്ങസ്റ്റ് പകലും, ഏറ്റവും നീളമുള്ള പകലും ഏറ്റവും ചുരുങ്ങിയ രാത്രിയുമാണ്, ഷോർട്ടസ്റ്റ് നൈറ്റുമാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇതാണ് സമ്മർ സോൾട്ടേഴ്സിന്റെയും വിന്റർ സോൾട്ടേഴ്സിന്റെയും കമ്പാരിസൺ ചെയ്യുന്നത്. എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.